ആ സാറേ ഫാൻ വർക്ക് ചെയ്യില്ല, ഈ മുറിയുടെ ഹീറ്റർ വർക്ക് ചെയ്യില്ല. ആ ഹീറ്റർ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. ഇത് സാറേ ഇത് മൊത്തം മാറ്റേണ്ടി വരും, ഇതിൻ്റെ ഉള്ളിൽ പോയിക്കും കേട്ടോ. അപ്പോൾ ഈ വാട്ടർ ഹീറ്റർ കംപ്ലൈൻറ്റ് കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ആയിട്ട് ഒരു വൈകിട്ടാണ് ഞാൻ ഈ വർക്കിന് പോയത്. നോക്കുമ്പോൾ സമയത്ത് ഈ സ്വിച്ചിൻ്റെ പ്ലേറ്റ് അടക്കം നമ്മൾ മാറ്റേണ്ടി വരും കേട്ടോ. കാരണം ഈ വാട്ടർ ഹീറ്ററിൻ്റെ സ്വിച്ചിനാണ് കംപ്ലൈൻറ്റ്. കണ്ടോ ചൂടായിട്ട് അതിൽ ഡാമേജ് ആയിരിക്കണം സ്വിച്ച്. അപ്പോൾ സ്വിച്ചും പ്ലേറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിയോണ്ട് നമുക്ക് എന്തായാലും മൊത്തത്തിൽ യൂണിറ്റ് അടക്കം മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചെടുക്കാണ്ട്, ഒരു ഫാനിൻ്റെ കംപ്ലൈൻറ്റ് നോക്കാണ്ട്, ഒരു സ്വിച്ച് ഭാഗത്ത് ലൈറ്റ് കത്തുണ്ടായിരുന്നില്ല, അത് നോക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വാങ്ങിക്കൊടുന്നിരിക്കുന്നത് ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചാണ്. ഇത് PVC ബോക്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതന്നെ വെക്കാൻ പറ്റുള്ളൂ. ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ച് എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വാട്ടർ ഹീറ്ററൊക്കെ കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ച് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ 32 ആമ്പിയർ DB സ്വിച്ച് വെച്ച് കൊടുക്കാൻ പുതിയ വീടുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞ് നമുക്കൊരു മിറർ ലൈറ്റ് വെക്കാണ്ട് കണ്ണാടിൻ്റെ മുകളിൽ. അപ്പോൾ അത് സെറ്റാക്കി വെച്ച് കൊടുത്താൽ അത് ഡ്രിൽ ചെയ്ത് വെക്കേണ്ടി വന്നിട്ട് പഴയ ഹോളിൽ സെറ്റായില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വിച്ച് മാറ്റി കൊടുക്കാറുണ്ട്. ഫാന് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടുന്ന് വാങ്ങിയ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 700 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യാം.